അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളുടെ പരിശുദ്ധ ശഅബാൻ ഇന്ന് 7-ാം രാവാണ്, ഞായറാഴ്ച രാവാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ചൊല്ലാനുള്ള അതിമഹത്തായ അല്ലാഹുവിന്റെ നാമങ്ങൾ, ഏറെ മഹത്വമുള്ള നാമങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ നമുക്ക് ഇന്നത്തെ മജ്‌ലിസിൽ ചൊല്ലണം. എല്ലാ ഞായറാഴ്ചകളിൽ ചൊല്ലിവരുന്ന അതിമഹത്തായ ദിക്റാണ്. ആ ദിക്ർ അതിനു മുമ്പായി നമുക്ക് ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ 7 തവണ വീതം ചൊല്ലേണ്ട ഇസ്തിഗ്ഫാർ ചൊല്ലണം. എല്ലാവരും എന്റെ കൂടെ ഏറ്റു ചൊല്ലുക. ഈ ഇസ്തിഗ്ഫാർ ശഅബാനിലെ ഓരോ ദിനങ്ങളിൽ 7 തവണ വീതം ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ തെറ്റുകൾ രേഖപ്പെടുത്തിയ കിതാബിനെ തന്നെ കീറിക്കളയാൻ വേണ്ടി മലക്കിനോട് അല്ലാഹു കൽപ്പിക്കുമെന്ന് നമുക്ക് ഹദീസിൽ കാണാം. അത്രയും മഹത്വമുള്ള ഒരു ഇസ്തിഗ്ഫാറാണ്. എല്ലാവരും എന്റെ കൂടെ 7 തവണ വീതം ഏറ്റു ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അദീം الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه توبة عبد ظالم لنفسه لا يملك لنفسه موتا ولا حياة ولا نشورا അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലാനുള്ള അതിമഹത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ അത്ഭുതമാണ്. മുഅ്മിനീങ്ങളെ വല്ലാത്ത അത്ഭുതമാണ് ഈ ദിക്റിന്റെ മഹത്വം. ദിവസേന 100 തവണ ഒരാൾക്ക് ചൊല്ലാൻ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മഹത്വം ലഭിക്കും. തങ്ങൾ പറയുന്നു, ഖാനലഹു അമാന മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് അദ്ദേഹത്തിന് നിർഭയത്വം ലഭിക്കും. ഒരിക്കലും മരണം വരെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിന്റെ ഗാന്ധതയിൽ രക്ഷപ്പെടാൻ പറ്റും. വസ്തുജിലിബ ബിഹിൽ ഗൈന, ഐശ്വര്യമുള്ള ജീവിതം അവനെ തേടിയെത്തും. വസ്തുഖുരി അബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹം മുട്ടുകയാണ്. അതായത് സ്വർഗം അദ്ദേഹത്തിന് ഉറപ്പാണ്. മരിച്ചാൽ സ്വർഗമായിരിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
എല്ലാവരും കൂടെ ഏറ്റുചൊല്ലുക 100 തവണ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. 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 لا إله إلا الله الملك الحق المبين. 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 لا إله إلا الله الملك الحق المبين.
لا إله إلا الله الملك الحق المبين 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 അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ നീ സ്വീകരിക്കണം അല്ലാഹ് നമുക്കൊരു ചൊല്ലാം പ്രധാനപ്പെട്ട സ്വലാത്തു സആദ ജയത്തിന്റെ സ്വലാത്ത് ഒരാൾക്ക് ഒരു ലോക വിജയവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്വലാത്ത് പതിവാക്കണം. അത്രയും മഹത്വമാണ് സ്വലാത്തിന്റെ പേര് തന്നെ സ്വലാത്തു സആദ സആദത്തുദ്ദാറൈൻ. ഇരു ലോകത്തും ഒരാൾക്ക് വിജയിക്കാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ സ്വലാത്ത് പതിവാക്കിയാൽ ഇത്രയും മഹാത്ഭുതമാണ്. ഒറ്റ സ്വലാത്തിന്റെ തന്നെ 6 ലക്ഷം സ്വലാത്ത് മറ്റു സ്വലാത്തുകൾ ചൊല്ലിയ പ്രതിഫലമായിരിക്കും ഒറ്റ തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വൃത്തുൽ ലതീഫിലടക്കം അവസാനമായി കൊണ്ടുവന്നൊരു സ്വലാത്തും കൂടിയാണ് ഈ സ്വലാത്ത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീണ്ടും ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. اللهم صل على سيدنا محمد عدد ما في علم الله صلاة اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله.
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ. നമുക്കിനി ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ കമാലിയ. കമാലിയ സ്വലാത്ത് അത്ഭുതമാണ്. കാരണം മഹാന്മാരുടെ അവരുടെ ജീവിതത്തിൽ അവർക്കുള്ള മുഹിമ്മായ ഒരു സ്വലാത്തായിരുന്നു ഈ സ്വലാത്ത്. ഓരോ ഫർദ് നിസ്കാരാനന്തരം 10 തവണ വീതം അവർ പതിവാക്കിയതായിരുന്നു. അതല്ലാത്ത സമയങ്ങളിൽ 100 അതിനേക്കാളേറെ പതിവാക്കിയ അതിമഹത്തായ ഒരു സ്വലാത്താണ്. കാരണം ഒരു പതിവാക്കാൻ കാരണമുണ്ട്. കാരണം ഈ സ്വലാത്തിന്റെ മഹത്വം അത്രയും വലുതാണ്. ഈ സ്വലാത്ത് ഒരാൾ ഒരു തവണ ചൊല്ലിയാൽ തന്നെ 14 കോടി സ്വലാത്തിന്റെ തുല്യമായിരിക്കും ഒരു ഒറ്റ സ്വലാത്ത്. ചില മഹാന്മാർ പറയുന്നു ഇതിന്റെ കണക്ക് എത്രയാണെന്ന് പറയാൻ പറ്റുകയില്ല. അത്രയും മഹത്വമായിരിക്കും ഈ സ്വലാത്തിലൂടെ നമുക്ക് അല്ലാഹു തആല തരുന്ന മഹത്വം. അതുകൊണ്ട് എല്ലാവരും ഇഖ്ലാസോട് കൂടെ തന്നെ അദബോടെ തന്നെ 11 തവണ ചൊല്ലുക. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം അല്ലാഹ്. നമുക്കിനി ചൊല്ലാനുള്ള നാരിയത്തു സ്വലാത്ത് ഒരുപാട് അത്ഭുതം നിറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. അവരുടെ ജീവിതത്തിൽ അവരേറെ പതിവാക്കിയ ഒരു സ്വലാത്തായിരുന്നു നാരിയത്തു സ്വലാത്ത്. 11 തവണ വീതം ഒരാൾക്ക് ദിവസേന ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സുള്ള സർവ്വ മുറാദും അവൻ ഉദ്ദേശിച്ചതിലപ്പുറം അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കും.
ഇത്രയും മഹത്വമുള്ള ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. രണ്ടു ലോകത്തു നമുക്ക് ഉന്നത വിജയം കരസ്ഥമായി കിട്ടാൻ ഈ ഒരു ഒറ്റ സ്വലാത്ത് സബബായി തീരും. അല്ലാഹു തആല അത്തരത്തിൽ നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب تقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم
وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണം അല്ലാഹ്. നാം ഓതിയ ഖുർആനോത്തും സ്വലാത്തുകൾ ദിക്റുകൾ ഇസ്തിഗ്ഫാറുകൾ നീ കബൂൽ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ നമ്മുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാം, അവിടുത്തെ അല്ലാഹ്, അവിടുത്തെ ഉപ്പ, അവിടുത്തെ മാതാപിതാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. റബ്ബേ എല്ലാ അംബിയാ മുർസലീങ്ങൾ സ്വാലിഹീങ്ങൾ മശായിഖന്മാർ ഉസ്താദന്മാരുടെ പ്രത്യേകിച്ച് മഹാനായ ശൈഖുനാ ഷേഖ് മുഹയ്യദ്ദീൻ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മഹാനായ ഷേഖ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബറൽവി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ശൈഖുനാ സിയം വലിയുല്ലാഹിൽ മദഹൂരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും സർവ്വ ഉസ്താദന്മാർ മഹാന്മാരുടെ മശായിഖന്മാരുടെ അസാതീദീങ്ങളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ.
അല്ലാഹുവേ നമ്മുടെ ക്ലാസ്സുകൾ കേട്ടിരുന്ന കൂടെ ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലിയിരുന്നു ഒരുപാട് ഉമ്മമാർ സഹോദര സഹോദരിമാർ ആറടി മണ്ണിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറുകളിലേക്ക് ഇതിനെ തവാബെത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ കൂടെ ആമീൻ ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയ ഇതുവരെയും സ്വലാത്ത് ചൊല്ലിയ സഹോദര സഹോദരിമാരുടെ കുടുംബാദികളിലേക്ക് അല്ലാഹു അവരുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയി അവരുടെ ഹളറാത്തുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹളറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവർക്കുള്ള ദറജ നീ ഉയർത്തണമല്ലോ. ഖബർ ജീവിതം നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം റഹ്മാനെ. പിന്നെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. അവരുടെ കാവലുള്ള അവരുടെ നോട്ടമുള്ള സഹായമുള്ള ജീവിതം നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർറഹീമായ അൽമലിക്കുൽ ജബ്ബാറായ സയ്യിദായ അല്ലാഹുവേ പടച്ച റബ്ബേ നമ്മെ നാമാക്കിയ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ ഭാര്യ മക്കൾ കൂട്ടുകുടുംബക്കാർ അയൽവാസികൾ ജ്യേഷ്ഠാനുജന്മാർ പെങ്ങന്മാർ സഹോദര സഹോദരിമാർ അല്ലാഹുവേ നമ്മുടെ കൂടെ ആമീൻ ചൊല്ലുന്ന പാവങ്ങളായ സഹോദര സഹോദരിമാർ അല്ലാഹുവേ അവരുടെയും നമ്മുടെയും കൂട്ടുകുടുംബാദികളും സ്നേഹിച്ചവർ സഹായിച്ചവർ എല്ലാവരുടെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിയാതെയും ചെയ്തു കൂട്ടി എല്ലാ പാവങ്ങളും നീ പുറത്തു തരണമല്ലോ. നീ പുറത്തു തരണം റഹ്മാൻ. അല്ലാഹുവേ നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണമല്ലോ. അല്ലാഹുവേ ശൈത്വാനിന്റെ കുടുക്കിൽപ്പെട്ട് പല തവണ പല വട്ടം പല രൂപത്തിൽ ശൈത്വാനി നമ്മെ കൊടുക്കാൻ വേണ്ടി വരികയും അവന്റെ വരയിൽ പെടുത്തുകയും ചെയ്യുന്നു റബ്ബേ. അല്ലാഹുവേ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള തഖ്വ നൽകണം അല്ലാഹ്. തെറ്റുകൾ പൂർണ്ണമായും വിട്ടുനിന്ന് സജ്ജനങ്ങളെ പോലെ ജീവിക്കാൻ ദിക്റിലും സ്വലാത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അല്ലാഹുവേ നിസ്കാരങ്ങൾ ദിക്റുകളൊക്കെയും ചൊല്ലുമ്പോൾ നിർവഹിക്കുമ്പോൾ നമുക്ക് ഇഖ്ലാസ് നൽകണമല്ലോ. ഭക്തി നൽകണമല്ലോ. ഭക്തി നൽകണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. നമ്മുടെ ഉള്ളു നന്നാക്കണം റഹ്മാനെ. ഹറാമുകൾ കാണുമ്പോൾ കണ്ണ് ചിമ്മാനും കേൾക്കുമ്പോൾ ചെവി പൂട്ടാനും ഹറാമ് ശൈത്താന് മനസ്സിനെ പിടിച്ച് വലിക്കുമ്പോൾ ആത്മീയമായി നമുക്ക് പിടിച്ച് നിർത്താനുള്ള ഈ മഹനീയായ ശക്തി നൽകണം അല്ലാഹ്. ഈ മഹനീയായ ശക്തി നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഹറാമ് കണ്ട് കേട്ട് നമ്മുടെ കണ്ണും ചെവിയും മനസ്സും കേട് വരുന്ന രൂപത്തിൽ ഇത്തരത്തിലും അതപ്പെട്ടുപോയ കൗമിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണം റഹ്മാനെ. നമ്മുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. നമുക്കുള്ള സ്വഭാവം നന്നാക്കണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ ഹസ്ദ് കിബറില്ലാതെ വഞ്ചിക്കാതെ വിനയത്തോടെ ജീവിക്കാൻ ആരെയും ഗീബത്ത് നമീമത്ത് പറയാതെ നല്ലത് മാത്രം പറഞ്ഞു ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാത്ത് രക്ഷിക്കണമല്ലോ. ഐനീങ്ങളുടെ ഐനിനെ തൊട്ട് കാത്ത് രക്ഷിക്കണമല്ലോ. ഹാസിദീങ്ങളുടെ ഹസദിനെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ഉള്ളും പുറവും നന്നാക്കണമല്ലോ. ഹബീബായ തങ്ങളോടുള്ള ഹബ്ബ് ഞങ്ങൾക്ക് നിറച്ചു തരണം റഹ്മാനെ. തങ്ങളോടുള്ള ഹബ്ബ് ഞങ്ങൾക്ക് നിറച്ചു തരണം റഹ്മാനെ. അവിടത്തെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. മുത്തായ തങ്ങളെ നമുക്ക് നല്ല രൂപത്തിൽ സ്നേഹിച്ച് സ്വലാത്തുകൾ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണമല്ലോ.
ഭാഗ്യം നൽകണം അല്ലാ, ഭാഗ്യം നൽകണം അല്ലാ. പലതവണ പരിശുദ്ധ മദീനയിലെത്താനുള്ള തൗഫീഖ് നൽകണമല്ല, തൗഫീഖ് നൽകണമല്ല. പച്ചക്കുബ്ബ കൊണ്ട് സലാത്തും സലാമും ധാരാളം ചൊല്ലാൻ നീ മഹാഭാഗ്യം നൽകണമല്ലോ, നീ മഹാഭാഗ്യം നൽകണമല്ലോ. ആയുസ്സിലൊരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സിയാറത്ത് ചെയ്യാൻ നീ ഭാഗ്യം നൽകണമല്ലോ, നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ, പലവിധ രോഗങ്ങളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ക്യാൻസറാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ, ശരീരത്തിൽ പല ഭാഗങ്ങളിൽ നോവാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പാവങ്ങളായ സഹോദര സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, ഹജ്ജിലായ ശിഫ കൊടുറഹ്മാനെ, താമായ ശിഫ കൊടുറഹ്മാനെ, പരിപൂർണമായ ശിഫ കൊടുറഹ്മാനെ, എന്നേക്കുമുള്ള ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണമല്ലോ. സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണമല്ലോ. പഴയതുപോലെ ആഫിയത്ത് തിരിച്ചു കൊടുത്ത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിയാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, മരണം വരേക്കും നമുക്ക് ഇസ്സത്ത് നൽകണമല്ലോ. ഇസ്സത്തിന് കോട്ടം വരുത്തുന്ന ഒറ്റ പ്രവർത്തനം പോലും നമ്മുടെ ജീവിതത്തിൽ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നീ ശുദ്ധിയാക്കണം റഹ്മാനേ. ഹറാമിൽ നിന്ന് തുടച്ചു മാറ്റി ഞങ്ങളെ നല്ലൊരു വ്യക്തി ജീവിതം നൽകണമല്ലോ. നീ തെരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾക്ക് കൊടുക്കുന്ന സൗഭാഗ്യം കാണുമ്പോൾ നമുക്കും കൊതിയാകുന്നു റബ്ബേ. എന്തൊരു നല്ല ജീവിതമാണ്, തഖ്വയോടെ ജീവിക്കുന്നു, ഭക്തിയോടെ ജീവിക്കുന്നു, ഹറാമുകൾ കാണാതെ ജീവിക്കുന്നു, തെറ്റിൽ നിന്ന് പൂർണ്ണമായി വിട്ട് ജീവിക്കുന്നു. അല്ലാഹ്, അത്തരത്തിലുള്ള മനസ്സ് കൊടുക്കുന്നത് നീ തന്നെയാണ്, നീയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്. അല്ലാഹുവേ, കൂട്ടത്തിൽ ഞങ്ങളെയും നീ തെരഞ്ഞെടുക്കണമല്ലോ. പാവങ്ങളായി ഞങ്ങളെയും നീ തെരഞ്ഞെടുത്ത് ദാക്കിരീങ്ങളാക്കണമല്ലോ, ശാക്കിരീങ്ങളാക്കണമല്ലോ. ഹബീബായ തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവരാക്കണമല്ലോ. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാക്കണമല്ലോ. നീ സ്വലാത്ത് ചൊല്ലുന്നവരാക്കണം റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് വിധിക്കല്ലേ അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർക്ക്, ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക്, സഹോദര സഹോദരിമാർക്ക് റബ്ബേ, നമ്മുടെ കൂടാമീൻ ചൊല്ലുന്ന പാവങ്ങളായ മുഅ്മിനാത്തുകൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിച്ച് ഞങ്ങളെ മക്കളെ നീ അനാഥരാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ മക്കളെടുത്ത് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. താങ്ങാൻ പറ്റാത്ത വേദനകൾ തന്ന്, മുസീബത്തുകൾ തന്ന്, പരീക്ഷണങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഈമാന് കുറഞ്ഞ പാവങ്ങളാണ് റഹ്മാനേ. അല്ലാഹുവേ, നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണം അല്ലാ, ദീനിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനേ. അല്ലാഹുവേ, നമ്മുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷയാണ് റബ്ബേ, നീ ഉന്നത വിജയം നൽകണമല്ലോ. പഠിച്ചതൊന്നും മറക്കാതെ എല്ലാം എക്സാമിൽ എഴുതിയെടുക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. റാങ്കോടെ നീ പാസ്സാക്കണം റഹ്മാനേ. 2 വിദ്യകൾ അതിന്റെ മുറ പോലെ അതബോടെ ചിട്ടയോടെ പഠിക്കാനുള്ള ബുദ്ധിശക്തിയും നല്ല സ്വഭാവവും മക്കൾക്ക് നൽകണം റഹ്മാനേ. നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, ഖൈറായി നല്ല വീട് നൽകണം റഹ്മാനേ. ഖൈറായി നല്ല ബറക്കത്തുള്ള സന്തോഷമുള്ള നല്ല വീട് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പാവങ്ങളായ ഒരുപാട് ആളുകൾ അല്ലാഹ്, നീ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ലോ, സാമ്പത്തിക ശേഷി നൽകണമല്ലോ. കടമാണെന്ന് പറഞ്ഞ് നിരന്തരം ദുആ കൊണ്ട് വസിയത്ത്
വസിയത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം. അല്ലാ, നീ എത്രയും പെട്ടെന്ന് അത് വീട്ടാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ല. സാമ്പത്തികമായ കഴിവ് നീ കൊടുക്കണം റഹ്മാൻ. ഇതിന് വേണ്ട വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ല. വിവാഹ പ്രായമെത്തി എത്രയോ യുവാക്കളുണ്ട്. അനുയോജനകളെ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അനുഗ്രഹിക്കണമല്ലോ, അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ, നമ്മുടെ മരണം ഖൈറാകുന്ന വേളയിൽ പരിശുദ്ധ മദീനയിലെത്താനും അവിടെ ചെന്ന് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ ഭൂമുഖം കണ്ട് നമുക്ക് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. പരിശുദ്ധ ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, നമ്മെ നന്നാക്കി മാതാപിതാക്കൾ, ഉസ്താദന്മാർ, അല്ലാഹുവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും സന്തോഷവും ബറക്കത്തും റാഹത്തും സന്തോഷവും ഖൈറുകൾ നൽകണമല്ലോ. ഒരുപാട് ബറക്കത്ത് നൽകണമല്ലോ. റഹ്മത്ത് നൽകണമല്ലോ. റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.